ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് റോ ഫ്രോസൺ ഷ്രിമ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ക്രിക്ലൻ ബ്രാൻഡിൻ്റെ കോസ്റ്റിൽ നിന്നുള്ള ഷ്രിമ്പാണ്. ആദ്യമേ തന്നെ കഴുകി വൃത്തിയാക്കിയ ഷ്രിമ്പും അതോടൊപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി ഇത് മൂന്നും എടുത്ത് വെക്കുക. ആദ്യം നമുക്ക് ഷ്രിമ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനാവശ്യത്തിനായിട്ട് ആദ്യമേ നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ ഉപ്പും മുളക് പൊടിയെല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഒരു വലിയ സൈസ് ഓണിയനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ഓണിയനാണ് അവൈലബിൾ എങ്കിൽ 2-3 എണ്ണം എടുക്കാം. ഇതിപ്പം ഒരു ഓണിയൻ്റെയാണ് ഇത്രയും 4 പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നല്ല ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടാനായിട്ടാണ് ഞാൻ ചോപ്പർ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാതെ പിച്ചാത്തി വെച്ച് അരിയുകയാണെങ്കിൽ നല്ല ചെറിയ പീസായിട്ട് കുനുകുനായിട്ട് അരിയുകയായിരിക്കും ഒന്നും കൂടി നല്ലത്. ഇതിപ്പോൾ എനിക്കൊരു 16 സെക്കൻഡ്സ് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചോപ്പായി കിട്ടും. ഞാൻ കാണിക്കാം എത്ര സ്മോൾ സൈസിലാണ് ഇത് നമുക്ക് അരിഞ്ഞ് കിട്ടുന്നതെന്ന് നോക്കാം. ഇതാ ഈ ഒരു സൈസിലാണ് എനിക്കിപ്പം അരിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഒറ്റ ഓണിയനിൽ നിന്നാണ് എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ അരിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. എനിക്കിന്ന് റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും ഓണിയൻ ഒരൊറ്റ ഇതിൽ നിന്നും തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കൂടുതൽ സവാള ചേർക്കാവുന്നതാണ്. ആദ്യമേ തന്നെ നമുക്ക് ഒരു ചെറിയ പാൻ എടുക്കുക. അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരല്പം എണ്ണയൊന്ന് ചൂടായതിന് ശേഷം ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഈ ഷ്രിമ്പിന് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അടി പിടിക്കാതിരിക്കാൻ ഇത് സഹായിക്കും. ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഷ്രിമ്പും ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മളെപ്പോഴും ഇത് ഫ്രൈ ചെയ്യേണ്ടത്. ഇതുപോലെ ഇതൊരല്പം ഇപ്പം ഫ്രൈ ആയി വരുന്നുണ്ട്. 2 സൈഡും നമുക്ക് ഇട്ട് കൊടുത്ത് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അതിനുശേഷം ഞാനൊരു വലിയ പാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് മൺചട്ടിയോ അങ്ങനെ എന്തെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. ഞാനിവിടെ ഇപ്പോൾ ഒരു ഫ്രൈയിങ് പാനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു. എണ്ണ കുറച്ച് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരല്പം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം. ഇഞ്ചി ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ ഇഞ്ചി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇഞ്ചി ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓണിയൻ ഇട്ട് കൊടുക്കാം. ഓണിയൻ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകരുത്, നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ആവശ്യമെങ്കിൽ ഈ ഒരു സവാള ഒന്ന് വാടാനായിട്ട് ഒരല്പം ഉപ്പും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അല്പസമയത്തിന് ശേഷം നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഓണിയനൊക്കെ ഒന്ന് വാടി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഈ സമയം നമുക്ക് കുറച്ചും കൂടി കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് അത് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ മുളക് പൊടി ഇത് എരിവ് കുറഞ്ഞ അതേസമയം നല്ല കളറ് കിട്ടുന്ന മുളക് പൊടിയാണിത്. കാശ്മീരി മുളക് പൊടിയല്ല, ഇത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മുളക് പൊടിയാണ്. അതോടൊപ്പം തന്നെ അല്പം മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി നല്ല രീതിയിൽ ഒന്ന് ഇളക്കുക. അപ്പോഴത്തേക്കും ഈ മുളക് പൊടിയുടെയും ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരല്പം ഗരം മസാല ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബ്രാഹ്മിൺസിൻ്റെ ഗരം മസാലയാണ്. അതും ഒരു 1/2 സ്പൂൺ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോഴത്തേക്കും തന്നെ ഗരം മസാലയും കൂടി ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറിൻ്റെ നമുക്ക് ഒരു മണം നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അതിലേക്ക് ഞാനിവിടെ ഒരല്പം ചെറി ടൊമാറ്റോ ആണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ ടൊമാറ്റോ ഉപയോഗിക്കാം. ആ ചെറി ടൊമാറ്റോയും കൂടെ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ സ്മാഷ് ചെയ്ത് കൊടുക്കുക. ഇളക്കുന്നതിന് പകരം നല്ല രീതിയിൽ ഈ ടൊമാറ്റോ സ്മാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും ഇതുപോലൊരു നല്ലൊരു ഗ്രേവി നമുക്ക് കിട്ടും. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന
ചെമ്മീൻ ആഡ് ചെയ്യാം. ഞാനിപ്പം ആഡ് ചെയ്യുകയാണ്. ആ എണ്ണയോടുകൂടി തന്നെ ആഡ് ചെയ്യാം, കുഴപ്പമില്ല. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഗ്രേവി ഈ ചെമ്മീനിൽ നല്ല രീതിയിൽ മുകളിലേക്കൊന്ന് പൊത്തി വയ്ക്കണം. ആ ഒരു മണവും ആ ഒരു ടേസ്റ്റും എല്ലാം ഈ ഒരു ചെമ്മീനിലോട്ടും കൂടി ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ പൊത്തി വയ്ക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് എടുത്ത് കഴിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.